സമ്പന്നരായ മുസ്ലിങ്ങൾ അവരുടെ ആരാധനാലയങ്ങളിൽ വലിയ തുകകളൊന്നും സംഭാവന നൽകാൻ നിൽക്കാതെ അല്ലെങ്കിൽ സ്വർണത്തിൽ തീർത്ത വലിയ വലിയ സംഭാവനകളൊന്നും നൽകാൻ നിൽക്കാതെ അത് സാധാരണക്കാരായ ജനങ്ങൾക്ക് അതുപോലെ ഇല്ലാത്തവർക്ക് രോഗികൾക്ക് ഒക്കെ സംഭാവന ചെയ്യുമ്പോൾ ഹിന്ദുക്കളായ സമ്പന്നർ ഗുരുവായൂരപ്പനും ഭഗവാൻ അയ്യപ്പനുമൊക്കെ സ്വർണ്ണ കൊടിമരവും അതുപോലെ സ്വർണ്ണ കിരീടവും ഒക്കെ സമർപ്പിക്കുന്നു, അതും ലക്ഷങ്ങൾ ചിലവഴിച്ച്. ഇന്ന് രാവിലെ സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു കമന്റാണ് ഇത്. ശരിക്കും ഈ കമന്റ് കണ്ടപ്പോഴാണ് ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായി ഒരു ശ്രമം നടത്തിയത്. സംഭവം ഇതാണ്: ഗുരുവായൂരപ്പന് ഭക്തിപൂർവ്വം സമർപ്പിച്ച ഒരു അപൂർവ വഴിപാടിന്റെ വിശേഷങ്ങൾ. അതാണ് ഇപ്പോൾ ഭക്തർക്കിടയിൽ ചർച്ചയാകുന്നത് എന്നത് മാത്രമല്ല, ഹിന്ദുക്കളായ ബിസിനസ്സുകാരും മുസ്ലിങ്ങളായ ബിസിനസ്സുകാരും തമ്മിലുള്ള ഒരു കമ്പാരിസൺ കൂടി അവിടെ നടന്നിരിക്കുകയാണ്. പ്രശസ്ത ബിസിനസ് ഗ്രൂപ്പായ നന്ദലത്ത് ജി മാർട്ടിന്റെ ഉടമ ഗോപു നന്ദലത്താണ് ഗുരുവായൂരപ്പന് വഴിപാടായി മനോഹരമായ സ്വർണ്ണ കിരീടം സമർപ്പിച്ചത്. ഏകദേശം 25ഓളം പവനുണ്ട് എന്നാണ് കേട്ടത്. 37 ലക്ഷത്തോളം വിലപിടിപ്പുണ്ട്. അതിൽ ധാരാളം രത്നങ്ങളും കല്ലുകളും ഒക്കെ പതിച്ച ഒരു കിരീടമാണ്. 25 പവനിലധികം തൂക്കമുള്ള ഇത്തരത്തിലൊരു ഉപഹാരം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വഴിപാട് അത് ഗുരുവായൂരപ്പന് സമർപ്പിച്ചത് കൊണ്ട് എന്തർത്ഥം എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. അതിൽ വളരെ ശ്രദ്ധേയമായ ഒരു കമന്റ് കണ്ടു. ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെതാണ് ആ കമന്റ്. അദ്ദേഹം പറയുന്നു, മെഡിക്കൽ കോളേജിൽ രോഗികൾക്ക് ആവശ്യമായ കിടക്കകളോ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ ചില സൗകര്യങ്ങളോ ഈ തുക ചിലവഴിച്ച് നൽകിയിരുന്നുവെങ്കിൽ അത് എത്ര മനോഹരമായിരുന്നു, അതൊരു ആവശ്യമല്ലേ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു കമന്റും കണ്ടു. മറ്റൊരാൾ പറയുന്നു, ഒരുത്തൻ ഒരു ഥാർ വാഹനം ഭഗവാന് സമർപ്പിച്ചു, അത് ലേലം ചെയ്തു, വർഗീയത പയറ്റാൻ അവസരമുണ്ടാക്കി. ശബരിമലയിൽ മധ്യരാജാവ് മല്ലയ്യ സ്വർണം കൊടുത്തു, കട്ട മുതൽ ഒരുപാട് പേർ ചേർന്ന് കട്ട് തിന്നു. ഇനി ഇത് ആർക്കൊക്കെ അണ്ണാക്കിൽ കയറ്റാനാണ് എന്ന് ആർക്കറിയാം. ഇങ്ങനെ സമൂഹത്തിന്റെ പല മേഖലയിൽപ്പെട്ടവർ അവരവരുടേതായ രീതിയിൽ പല രീതിയിലുള്ള കമന്റ്സ് പറയുന്നുണ്ട്. ഒരിക്കലും ഗോപു നന്ദലത്ത് ചെയ്തത് തെറ്റാണ് എന്ന് പറയുകയല്ല, അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയല്ല. പക്ഷെ ഇത്തരത്തിലാണ് നമ്മുടെ പൊതുസമൂഹം ഇങ്ങനെയുള്ള വഴിപാടുകൾ സമർപ്പിക്കുമ്പോൾ വിശകലനം നടത്തുന്നത്. അതിലൊരു ഗുരുവായൂർ ഭക്തൻ പറയുന്നു, ഞാനൊരു കടുത്ത ഗുരുവായൂർ ഭക്തനാണ്, പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ വളരെ വിഷമം തോന്നുന്നു. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ലഭിക്കുന്ന എത്രയോ നല്ല കാര്യങ്ങൾ നമുക്ക് ചുറ്റും ചെയ്യാൻ കിടക്കുന്നു. ഇനി മനുഷ്യർക്ക് ചെയ്യാൻ താല്പര്യമില്ല എങ്കിൽ മിണ്ടാപ്രാണികൾക്ക് ചെയ്യാമല്ലോ. ദൈവത്തിന് പണത്തിന്റെ ആവശ്യമില്ല, അത് ജീവിച്ചിരിക്കുന്ന പാവങ്ങൾക്കാണ്. അവർക്ക് അടിയന്തര ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുമ്പോഴാണ് ഈശ്വര കൃപ ഉണ്ടാകുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം എന്നൊരാൾ പറയുന്നു. ഗുരുവായൂരപ്പന് സ്വർണം ആവശ്യമില്ല, കിടക്കാൻ ഇടമില്ലാത്തവരും രോഗത്തിൽ കഷ്ടപ്പെടുന്നവരെയും സഹായിക്കൂ, അപ്പോൾ നമുക്ക് ഈശ്വരനെ കാണാം, അതാണ് സുഹൃതം. പഠനോപകരണങ്ങൾക്ക് പോലും നിവൃത്തിയില്ലാത്ത എത്ര പേർ വിഷമിക്കുന്നുണ്ടാവും, അവരെ സഹായിക്കുന്നതാണ് നമ്മുടെ ഭഗവാന് ഇഷ്ടം. കൃഷ്ണ ചരിത്രം വിലയിരുത്തിയാൽ അറിയാമല്ലോ. മറ്റൊന്ന്, ഈ മഴക്കാലമാണ്. ഈ മഴക്കാലത്ത് വെള്ളത്തിൽ കിടക്കുന്ന ഒരുപാട് മനുഷ്യജന്മങ്ങളുണ്ട്. അവർക്ക് കിടക്കാൻ ഒരു മുറി, ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ തോന്നിയില്ലല്ലോ. കണ്ണന് കിരീടമൊന്നും വേണ്ട, ഇട്ടുമൂടാൻ പണമുണ്ട് എന്ന ക്യാപ്ഷൻ കൊടുത്തിട്ടായിരുന്നു ആ ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത്. അവർ കുടുംബസമേതം നിൽക്കുന്ന, ഗുരുവായൂരപ്പന് മുന്നിൽ ഈ കിരീട സമർപ്പണത്തിനായി കുടുംബസമേതം നിൽക്കുന്ന ഒരു ചിത്രത്തിലാണ് ഇദ്ദേഹത്തിന് ഇട്ടുമൂടാൻ സ്വർണമുണ്ട്, അദ്ദേഹം സംസ്കാരവും ഇന്ത്യൻ സംസ്കാരവും ഹിന്ദു സംസ്കാരവും ഒന്നും മറന്നില്ല എന്നൊരു ക്യാപ്ഷനാണ് ആ ചിത്രത്തിന് കൊടുത്തിരിക്കുന്നത്. മറ്റൊരാൾ പറയുന്നു, ഈ വ്യക്തികൾ തിരുവനന്തപുരത്ത് RCC എന്നൊരു സ്ഥാപനമുണ്ട്, അവിടെ പോയി നോക്കുക, ജീവിതം എങ്ങനെ ഉണ്ട് എന്ന്. ഭഗവാന് ഇവിടുത്തെ വലിയ വ്യക്തികൾ കൊണ്ട് കൊടുക്കുന്ന സ്വർണ്ണ കിരീടങ്ങളൊക്കെ അവിടെ കാണുമോ എന്ന് നമുക്കറിയില്ല. ഇത് പബ്ലിസിറ്റിക്ക് കാണിക്കുന്നതല്ലേ? ഇതിന്റെ വില കൂടി അവരുടെ സ്ഥാപനത്തിൽ വിൽക്കുന്ന സാധനങ്ങളിൽ നിന്ന് മുതലാക്കും എന്നൊക്കെ രീതിയിൽ, ആ രീതിയിലുള്ള പല രീതിയിലുള്ള കമന്റ്സ് ആണ് ഉണ്ടാകുന്നത്. എന്തായാലും ഭഗവാന് പലപ്പോഴും ഗുരുവായൂരപ്പൻ ഇതുപോലുള്ള അമൂല്യങ്ങളായ പല വഴിപാടുകളും കേരളത്തിൽ നിന്ന് മാത്രമല്ല അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ പോലും കൊടുക്കാറുണ്ട്. വലിയ വലിയ ഇതുപോലെ സ്വർണ്ണ കിരീടം, ഒരുപാട് കാര്യങ്ങൾ അതുപോലെ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വഴിപാട് എന്നുള്ളതിനെ വിമർശിക്കുകയല്ല, വഴിപാട് കൊടുക്കുന്നത് പോലെ വഴിപാട് കൊടുക്കുന്ന അത്രയും തുക അല്ലെങ്കിൽ പോലും സാധാരണക്കാരായ ജനങ്ങളെ, സാധുക്കളായ ജനങ്ങളെ, കഷ്ടപ്പെടുന്ന പഠിക്കാൻ സൗകര്യമില്ലാത്ത സാധാരണക്കാരായ വിദ്യാർത്ഥികളെ, അവരെയൊക്കെ സഹായിക്കാൻ ഈ ഇത് ഉപയോഗിച്ചുകൂടെ? അല്ലെങ്കിൽ ചെയ്ത് എടുക്കുന്ന കൊള്ള ലാഭത്തിനെ മുതലാക്കാൻ, അല്ലെങ്കിൽ അത് ഭഗവാന്റെ മുന്നിൽ ഭഗവാന്റെ കണ്ണിൽ പൊടിയിടാനാണ് ഇത്തരം വഴിപാടുകൾ നടത്തുന്നത് എന്ന രീതിയിലുള്ള കമന്റ്സും ഇതിന്റെ താഴെ വരുന്നുണ്ട്. എന്തൊക്കെയായാലും ശരി, ഗോപു നന്ദലത്ത് ഗ്രൂപ്പ് അവർ വളരെ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു സംഗതിയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ചാരിറ്റിയും ഇതുപോലെ ക്ഷേത്രത്തിലുള്ള ഇത്തരം വഴിപാടുകൾ നടക്കുന്നതോടൊപ്പം അവർ പലയിടത്തും ചാരിറ്റിയും നടത്തുന്നുണ്ടാകാം. അത് ഒരുപക്ഷെ പുറത്ത് അറിയുന്നുണ്ടാവും. ഈ ചാരിറ്റി എന്ന് പറയുന്നതൊക്കെ നമ്മൾ അറിയിച്ച് ചെയ്യേണ്ട കാര്യങ്ങളല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. നമ്മൾ ചെയ്യുന്നത് ഒരു കൈ ചെയ്തത് മറുകൈ അറിയരുത് എന്ന് പറയുന്നത് പോലെ അതൊരു പക്ഷെ അവർ ചെയ്യുന്നതുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ എന്തിനാണ്
എന്തിനാണ് ഈ ക്ഷേത്രത്തിൽ കൊടുത്ത ഈ സ്വർണ്ണ കിരീടത്തെക്കുറിച്ചും പറഞ്ഞത് എന്ന മറു ചോദ്യമുണ്ടാകാം. അതും അങ്ങനെ തന്നെ ചെയ്താൽ പോരെ എന്നുണ്ടാകാം. എന്തായാലും ഓരോരുത്തർക്ക് ഓരോ ചിന്താഗതികളാണ്, അവരവരുടേതായ ചിന്താഗതിക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്തായാലും ഈ രീതിയിൽ ഇപ്പോൾ ഹിന്ദു സമ്പന്നരെ വിലയിരുത്തുകയാണ്. അവർ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവരാണ് എന്ന മട്ടിലുള്ള കമന്റ്സുകളാണ് ധാരാളമായി വരുന്നത്. ക്ഷേത്രത്തിലെ ഉച്ചപൂജയ്ക്ക് തൊട്ട് മുൻപായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഭക്തിസാന്ദ്രമായ സമർപ്പണ ചടങ്ങുകൾ നടന്നത്. ദേവസ്വം ചെയർമാൻ എ വി ഗോപിനാഥ്, മുൻ MLA മാർ, ക്ഷേത്രം ഊരാളനും ഭരണസമിതി അംഗവുമായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, ഗോപു നന്ദിലത്തിന്റെ പത്നി ഷൈനി ഗോപു എന്നിവരുടെ സാന്നിധ്യത്തിലാണ് കിരീടം ഭഗവാന് സമർപ്പിച്ചത്. തുടർന്ന് നടന്ന ഉച്ചപൂജയ്ക്ക് സ്വർണ്ണ കിരീടം ഭഗവാന്റെ വിഗ്രഹത്തിൽ ചാർത്തുകയും ചെയ്തു. കൃത്യമായി പറഞ്ഞാൽ 201 ഗ്രാം 370 മില്ലിഗ്രാം തൂക്കമാണ് കിരീടത്തിന് വരിക. വിപണിയിൽ 30 ലക്ഷത്തോളം രൂപയാണ് വില വരുന്നത് എന്ന് കേൾക്കുന്നു. കടുത്ത ഗുരുവായൂരപ്പ ഭക്തനാണ് ഗോപു നന്ദിലത്ത്. ഇതിനു മുൻപും ഭഗവാൻ വലിയ വഴിപാടുകൾ സമർപ്പിച്ചിട്ടുണ്ട്. മുൻപ് 3 ആനകളെ അദ്ദേഹം ഗുരുവായൂർ ദേവസ്ഥയിലേക്ക് നടയിരുത്തിയിട്ടുണ്ട്. വലിയൊരു ഭക്തന്റെ മനസ്സറിഞ്ഞുള്ള ഈ വഴിപാട് സമർപ്പണം കാണാൻ ക്ഷേത്രത്തിൽ വലിയൊരു ജനക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഈ വക കാര്യങ്ങൾ, അതായത് ഹാരിസ് ഉറക്കലിനെ പോലുള്ള പ്രമുഖരായ വ്യക്തികൾ പോലും കമന്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെയും ശ്രദ്ധയിൽ പെടുമായിരിക്കാം. അങ്ങനെയാണ് എന്നുണ്ട് എങ്കിൽ രോഗികളെ മനസ്സറിഞ്ഞ് സഹായിക്കാനോ അല്ലെങ്കിൽ ആശുപത്രികളെ സഹായിക്കാനോ സാധാരണക്കാരെ സഹായിക്കാനോ ഒന്നും അദ്ദേഹം മടി കാണിക്കില്ല എന്ന് തന്നെ വിശ്വസിക്കാം. എന്തായാലും ഇത്തരത്തിലൊരു വിശകലനം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പല പേജുകളിലും നടക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.